ആകാശവാണി. നമസ്കാരം. സേവാപർവിന്റെ ഭാഗമായി നാരീശക്തി വന്ദൻ അധിനിയം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. സ്ത്രീ ശാക്തീകരണത്തിന് പുത്തൻ ഊർജം നൽകുന്നതാണ് നാരീശക്തി വന്ദൻ അധിനിയം അഥവാ 2023 ഭരണഘടന 128 ഭേദഗതി നിയമം. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവയിലെ മൊത്തം സീറ്റുകളിൽ 1/3 സ്ത്രീകൾക്ക് സംവരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിയമം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾക്കും ഇത് ബാധകമാകും. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സമവായമില്ലാത്തതിനാൽ കാലഹരണപ്പെട്ട വനിതാ സംവരണ ബിൽ 2010 ഉൾപ്പെടെ 30 വർഷമായുള്ള നിയമനിർമ്മാണ ചർച്ചകളുടെ പരിസമാപ്തിയാണ് നിയമം. 1/3 സീറ്റ് സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനുള്ള ബിൽ 2023 സെപ്റ്റംബർ 19 കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് അവതരിപ്പിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പരിഗണിക്കപ്പെട്ട ആദ്യ ബില്ലായിരുന്നു ഇത്. സെപ്റ്റംബർ 20 ലോക്സഭ 2-നെതിരെ 454 വോട്ടുകൾക്ക് ബിൽ പാസാക്കി. 2023 സെപ്റ്റംബർ 21 രാജ്യസഭയും ബിൽ ഏകകണ്ഠമായി പാസാക്കി. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലിൽ ഒപ്പുവച്ചു. സ്ത്രീ ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന കാര്യത്തിൽ വികസിത രാജ്യങ്ങളെക്കാൾ ഇന്ത്യയെ മുന്നിലെത്തിക്കാൻ സഹായിക്കുന്നു. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനം കൂടിയാണ് ഈ നിയമം. ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ നിയമം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ऐतिहासिक मौके पर नए संसद भवन में सदन की पहली कार्यवाही के रूप में उस कार्यवाही के अवसर पर देश के इस नए बदलाव का आह्वान किया है और देश की नारी शक्ति के लिए सभी सांसद मिलकर के नए प्रवेश द्वार खोल दें. इसका आरंभ हम इस महत्वपूर्ण निर्णय से करने जा रहे हैं. विमेन लेड डेवलपमेंट के अपने संकल्प को आगे बढ़ाते हुए हमारी सरकार आज एक प्रमुख संविधान संशोधन विधेयक प्रस्तुत कर रही है. इस विधेयक का लक्ष्य लोकसभा और विधानसभाओं में महिलाओं की भागीदारी का विस्तार करने का है. नारी शक्ति वंदन अधिनियम, इसके माध्यम से हमारा लोकतंत्र और मजबूत होगा. मैं देश की माताओं, बहनों, बेटियों को नारी शक्ति वंदन अधिनियम के लिए बहुत बहुत बधाई दूंगा. ചരിത്രപരമായ തീരുമാനമെന്നാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ അവതരിപ്പിക്കവെ വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് കൂടുതൽ ഊർജം പകരാൻ നിയമം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത് കാലത്ത് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെ പ്രയോജനത്തിനായി ഉജ്ജ്വല യോജന, മുദ്രാ യോജന തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശ്രീ മേഘ്വാൾ അഭിനന്ദിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് 33% സംവരണം നിലവിലുള്ള ക്വാട്ടയിൽ നൽകുമെന്നും ഇതിനായി സെൻസസും അതിർത്തി നിർണയവും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. हॉरिजॉन्टल भी है और वर्टिकल भी है. इसमें SC/ST की महिलाओं को भी रिजर्वेशन है, इसलिए सेंसस आवश्यक है और डीलिमिटेशन आवश्यक. संविधान के आर्टिकल 82 में पहले से ही प्रावधान है, डीलिमिटेशन की व्यवस्था दी गई है और वो 2026 तक फ्रीज है. तो जैसे ये बिल पास होगा, सेंसस होगा, डीलिमिटेशन होगा, वो क्वासी जुडिशियल एक प्रक्रिया है सर. तो कौन सी सीट महिलाओं को जाएगी ये डीलिमिटेशन आयोग तय करेगा. ये मैं आपके माध्यम से कहना चाहता हूं. ये कमीशन सभी स्टेक होल्डर से भी कंसल्टेशन करेगा और ये व्यवस्था में आरक्षण न्यायोचित और पारदर्शिता पूर्ण प्रणाली के लिए डिलिमिटेशन का विषय आता है. बिल के स्टेटमेंट्स ऑफ ऑब्जेक्ट्स में स्पष्ट रूप से लिखा है कि आजादी के 75 वर्ष पूर्ण होने के बाद भारत जब, ये SOR में है सर, आजादी के 75 वर्ष पूर्ण होने पर भारत जब 2047 तक अमृतकाल की विकसित भारत की यात्रा प्रारंभ कर रहा है तो उसमें नारी शक्ति के योगदान की एक महत्वपूर्ण भूमिका रहने वाली है. इस बिल के माध्यम से हम माननीय प्रधानमंत्री जी के ध्येय वाक्य सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास के मंत्र को साकार रूप प्रदान कर रहे हैं.
സ്ത്രീ ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ എന്നും പ്രാധാന്യം നൽകിയിരുന്നതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നയരൂപീകരണത്തിൽ സ്ത്രീകളുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. As far as the implementation of the proposed reservation for women, the new article 334A is inserted into the Constitution. It intends that after the bill is enacted and after the bill comes into operation, and thereafter that, whenever the first census takes place and the relevant figures for that census are published, a fresh delimitation exercise shall be undertaken, and for the purpose of delimitation of seats for providing reservation for women in the Lok Sabha, in the state legislative assemblies, and also in the Legislative Assembly of Delhi. Now, this exercise of delimitation, sir, will be limited to identifying the number of seats and those seats which are to be reserved for women, and it shall not affect the interstate distribution of seats of Lok Sabha and the legislative assemblies of the state. So, we just want to make this absolutely clear as to what this constitutional amendment bill is proposing to do, and the reservation of seats shall cease after a period of 15 years from the commencement of this very proposed law. It also sort of very clearly states that this reservation shall not apply until the Lok Sabha or Legislative Assembly of a particular state or the Legislative Assembly of Delhi is dissolved. So that is the main feature of this proposed constitutional amendment. വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിപക്ഷവും പിന്തുണച്ചിരുന്നു. വനിതാ സംവരണ ബില്ലിന് ഏകദേശം 3 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. ഏറെ പരിശ്രമങ്ങൾ താണ്ടിയാണ് ബിൽ കൊണ്ടുവന്നത് എന്നതിനാൽ നാരീശക്തി അധിനിയം ചരിത്രപരമാണ് എന്നതിൽ സംശയമില്ലെന്ന് കേന്ദ്ര സർവകലാശാലയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് വകുപ്പ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിൽകുമാർ പി. നാരീശക്തി വന്ദൻ അധിനിയം 2023 ബിൽ നമ്മുടെ പാർലമെന്റ് പാസാക്കി മുന്നിലേക്ക് തരുമ്പോൾ കാലാകാലങ്ങളായുള്ള സ്ത്രീയുടെ അധികാരത്തെയും അവരുടെ ശക്തിയുമൊക്കെ സംബന്ധിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് അത് വന്നത്. സ്ത്രീക്ക് അധികാരത്തിലും വിഭവങ്ങളിലും എന്നാണോ അധികാരം കൈവരിക്കുവാൻ കഴിയുന്നത്, അക്കാലഘട്ടത്തിൽ മാത്രമേ ശരിയായ അവരുടെ ശാക്തീകരണം നടക്കൂ എന്നുള്ള ഒരു വിശകലനത്തിൽ നിന്നാണ് ഈ ബില്ലിലേക്കുള്ള ചുവടുവെപ്പുകൾ ആരംഭിച്ചത്. 1990-കൾ ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതാദ്യമായി 1996-ലാണ് കൊണ്ടുവന്നത്. ഇത് ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ എന്നാൽ ഹൗസ് പിരിച്ചുവിട്ടതിനെ തുടർന്ന് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പല തരത്തിൽ ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി. 1998-ൽ, 99-ൽ, 2002-ൽ, 2003-ലൊക്കെ ഇത് നടപ്പിലാക്കുവാൻ ശ്രമിച്ചെങ്കിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള എതിർപ്പുകളോ ഉണ്ടായതിനെ തുടർന്ന് അത് നഷ്ടമാവുകയാണ് ചെയ്തത്. ഒടുവിൽ രാജ്യസഭ മാർച്ച് 2010-ൽ 3-2 ഭൂരിപക്ഷത്തോടെ പാസാക്കിയെങ്കിലും ലോകസഭയിൽ അത് പാസാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അതോടുകൂടി അവിടെയും ബിൽ പാസാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇത് വീണ്ടും 2023 സെപ്റ്റംബർ 19-ന് പാർലമെന്റിന്റെ സ്പെഷ്യൽ സമ്മേളനത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. 128ാമത് ഭരണഘടന ഭേദഗതി ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരോടുകൂടിയാണ് ആ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഒടുവിൽ നമുക്കറിയാം 2023 സെപ്റ്റംബറിൽ തന്നെ പാർലമെന്റിന്റെ 2 സഭകളും ഇത് പാസാക്കുന്നതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടുകൂടി ഏതാണ്ട് 27 വർഷത്തെ നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് ഈ ബിൽ പാസാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പലതരത്തിലുള്ള നമ്മൾ പറയത്തില്ല സ്ട്രക്ചറൽ ലിമിറ്റേഷൻസ് എന്ന് പറയും സമൂഹത്തിലുള്ള, അതിനെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് ഘടനാപരമായുള്ള പല അവരുടെ വിലക്കുകളും മറികടന്ന് മുന്നോട്ട് പോകുന്ന അവരെ സഹായിക്കുവാനും അവരെ ശാക്തീകരിക്കുവാനും വേണ്ടിയാണ് ഈ ബിൽ ഉന്നം വെക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ലിംഗ സമത്വം ഉറപ്പുവരുത്തുന്നതിനും ഇതൊരു വളരെ ശക്തിയായി മാറും എന്ന് സർക്കാർ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നാരീശക്തി വന്ദൻ അധിനിയം 2023 എന്ന ബിൽ പല അർത്ഥത്തിലും ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്ത്രീകളെ അധികാരത്തിന്റെ ശ്രേണിയിൽ മുന്നിലേക്ക് വന്നെങ്കിൽ മാത്രമേ, തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ അവർക്ക് വിഭവ സമാഹരണത്തിനും വിഭവങ്ങളിലുമൊക്കെ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനും തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ അവരുടെ യഥാർത്ഥമായിട്ടുള്ള നീതി നടപ്പാക്കുന്നതിനുമൊക്കെ അവരുടെ ഈ പങ്കാളിത്തം ഉറപ്പുവരുത്തും എന്ന് കരുതിയിട്ടാണ് സർക്കാർ ഈ ബില്ല് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വനിതകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നും
അതിലൂടെ വനിതകളുടെ ജീവിതം മെച്ചപ്പെടുമെന്നും കരുതുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയമം കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കുന്നതിനുള്ള നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനും ലിംഗസമത്വം ഉറപ്പാക്കാനും ഇത് സഹായിക്കും. സ്ത്രീകൾക്കിടയിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ അവരുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസ പരിപാടികളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ലിംഗാധിഷ്ഠിത അക്രമവും പീഡനവും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന് പ്രധാന തടസ്സങ്ങളാണ്. നയപരവും നിയമപരവുമായ നടപടികളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതവും പിന്തുണ നൽകുന്നതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് തിരുവനന്തപുരം നിയമ കലാലയത്തിലെ അധ്യാപികയും അഭിഭാഷകയുമായ വീണ AK ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അടുത്ത ജനസംഖ്യാ സെൻസസ് കഴിഞ്ഞ് സീറ്റുകളുടെ പൊതുവിഭജനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് നടപ്പിലാക്കുക. ഏതാണ്ട് 15 വർഷത്തേക്ക് ഈ ഒരു സംവരണം തുടരും. ഈ 15 വർഷം കൊണ്ട് സീറ്റുകളുടെ എണ്ണം തുല്യമാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. സ്ത്രീകൾ ഇരയാക്കപ്പെടുന്നത് പ്രധാനമായും അവരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ അധികാരങ്ങൾ ഇല്ലായ്മയും ആർത്ഥികമായിട്ടുള്ള പണം ഇല്ല, തൊഴിലില്ല എന്നുള്ള ഒരു അവസ്ഥയും കൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർ ഇരയാക്കപ്പെടുന്നത്. ആശ്രിതരായി കഴിയേണ്ടി വരുന്നു. ആശ്രിതർ എന്ന രീതിയിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അധികം സ്ത്രീകൾ രാഷ്ട്രീയ പങ്കാളിത്തത്തിലേക്ക് വരുന്നത് കൊണ്ട് നിർണയാധികാരം, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരവും നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തുന്നത് കൊണ്ട് തീർച്ചയായും നിയമം നിർമ്മിക്കുന്നതിനുള്ള അവസരവും അതിനുള്ള സ്വാധീനവും ലഭിക്കും. വനിതാ പ്രാതിനിധ്യം കൂടുതലെങ്കിൽ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ അവർക്ക് കർശനമായ നിലപാടുകൾ എടുക്കുന്ന നിയമനിർമ്മാണത്തിലേക്ക് അവരുടെ പങ്കാളിത്തം സഹായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലും നയരൂപീകരണത്തിനുള്ള പങ്കാളിത്തവും വർദ്ധിപ്പിക്കും. നയരൂപീകരണത്തിനുള്ള പങ്കാളിത്തം വർദ്ധിക്കുന്നത് മൂലം സ്ത്രീ സൗഹൃദപരമായ നയരൂപീകരണത്തിന് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹൃദപരമാക്കുന്നതിന് സാധിക്കുന്നു. കൂടുതൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള നയരൂപീകരണം, പൊതുഗതാഗതം, പോലീസ് സംവിധാനം, കോടതികൾ തുടങ്ങിയുള്ള പൊതു ഇടങ്ങളൊക്കെ തന്നെ സ്ത്രീ സൗഹൃദമാക്കുന്ന നയസമീപനം ഉണ്ടാക്കുന്നതിന് സാധിക്കും. കൂടുതൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവന്ന് കോടതി നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിനും സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ നീതി ലഭ്യമാക്കുന്നതിനുമുള്ള നയരൂപീകരണം കൊണ്ടുവരുന്നതിന് സാധിക്കും. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഉറപ്പാക്കാൻ സാധിക്കും. വീട്ടിലെ പോലും പൂമുഖം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ പോലും സ്ത്രീകൾക്ക് അപ്രാപ്യമായിട്ടുള്ള അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇടങ്ങളും സ്ത്രീ സൗഹൃദമാവുകയും അത്തരത്തിലുള്ള പുരുഷാധിപത്യ ചിന്തകളെ ചെറുക്കുന്നതിനും സാധിക്കും. അത്തരത്തിൽ കൂടുതൽ സാമൂഹ്യ ഇടപെടലുകളിൽ കൂടുതൽ സജീവമാകുന്നതിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പങ്കാളിത്തത്തിലുള്ള വർധനവ് സാധിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ സാമൂഹികമായ ബോധവൽക്കരണമില്ലാതെ ഇതൊന്നും നമുക്ക് സാധ്യമാവില്ല. ഒരു വ്യക്തിയായി അവിടെ പോയി ഒരു പ്രാതിനിധ്യം കിട്ടിയാൽ മാത്രം പോരാ, ആ പ്രാതിനിധ്യത്തിലൂടെ കിട്ടുന്ന രാഷ്ട്രീയ അധികാരത്തെ പ്രയോജനപ്പെടുത്തുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള ഒരു അവസരം കൂടി ലഭ്യമാകണം. രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യം ലിംഗസമത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. സ്ത്രീകൾക്ക് സീറ്റ് സംവരണം നൽകുന്നത് അർത്ഥവത്തായ സംഭാവനകൾ നൽകാൻ അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയത്തിലെ സ്ത്രീ സംവരണം സ്ത്രീകളെ വിവിധ തലങ്ങളിൽ ശാക്തീകരിക്കുന്നു. കൂടുതൽ സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, മറ്റു മേഖലകളിൽ നേതൃപാടവം ഏറ്റെടുക്കാൻ സ്ത്രീകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കേട്ടത് സേവാ പർവിന്റെ ഭാഗമായി നാരീശക്തി വന്ദൻ അധീനിയം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.